ഹലോ ഗൈസ്, ഇന്ന് നടന്ന +1 ഇംഗ്ലീഷ് മോഡൽ എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അവലോകനം അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു. കാരണം ഇംഗ്ലീഷിൻ്റെ ക്രിസ്മസ് എക്സാമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേപ്പറായിരുന്നു. കാരണം അവിടെ കുറേ വേറെ പ്രസി പോലത്തെ ഡിസ്കോഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ ആരും അങ്ങനെ അപ്രീസിയേഷൻ ചോദിക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇഫിൻ്റെ അപ്രീസിയേഷൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഒന്ന് വായിച്ചാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ലൈൻസ് ഒന്നും തരാണ്ടാണ് ചോദിച്ചത്. അതുമാത്രം കുറച്ച്, എന്നാലും അത് പ്രശ്നമാണെന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അത് എല്ലാവരും സ്കൂളിലൊക്കെ എഴുതി കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രത്യേകിച്ച് 1 വേർഡും ഗ്രാമറൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും ട്രാവൽ എസ്സേ ക്രിസ്മസിൻ്റെ അതേപോലെ, പിന്നെ ഗാന്ധിജിയുടെ ഒരു എസ്സേ, അതും സ്ഥിരം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എഴുതിയ ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സെറാങ്കോ ഫ്രാണഗഞ്ചീത്തെ പാസേജ് വന്നിട്ട് അയിത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. ആ ഒരു പാഠത്തിൻ്റെ പേര് ഇത് ഫസ്റ്റ്. പിന്നെ ഇത് ഞാൻ ക്യൂർ എന്നുള്ള ഈ ഒരു വാക്കാണ് എഴുതിയത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂം ഡിഡ് ദ ഓദർ, അത് ഹസൻ. ഓദർ ഓഫ് ദ പാസേജ് ഡോക്ടർ എ ജെ ക്രോണിൻ. പിന്നെ ഈ ലൈൻ എടുത്തത് ഡെത്ത് ദ ലെവലർ എന്നാണ്. പിന്നെ ഇത് ഞാൻ മെറ്റഫറാണ് എഴുതിയത്. പിന്നെ ഈ സംഭവം ഇതൊന്ന് കറക്റ്റ് ഡയറക്റ്റ് എടുത്ത് എഴുതുന്ന ആൻസർ ആയിരുന്നു. ഈ വേർഡ് എന്ന് പറയുന്നത് ബോസ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്, ആ സംഭവമാണ് ബോസ്റ്റാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അതായത് പിന്നെ ഇത് എൻ്റെ കറക്റ്റാണ് തോന്നുന്നു. കാരണം ഇത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ ഈ ഒരു ഭാഗമുണ്ട്. അതിന് ഇന്നലെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയോ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഹാവ്. കാരണം എയ്തറോ നെയ്തറോ വരികയാണെങ്കിൽ നമ്മൾ വെർബിന് തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിനോടായിരിക്കും അഗ്രി ചെയ്യുക. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഹാസ് അല്ല, അത് സിംഗുലറാണ്. ഹാവ് പ്ലൂരൽ ആയതുകൊണ്ട് ഹാവ് ആണ് ഇവിടെ വരിക. പിന്നെ ഈ നെയ്തർ അങ്ങനെ എവരി വൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് സിംഗുലർ ഇതാണ് വരിക. അപ്പോൾ ലൈക്സ് ആണ് വരിക. ഒട്ടുമിക്ക എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു വലിയ പാസേജ് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ഒരു തീം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ അതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ എഡിറ്റിംഗ് 2 മാർക്കിനാണ് വന്നത്. അത് ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് കിട്ടുന്ന എഡിറ്റിംഗ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ 4 മാർക്കിൻ്റെ സെഷൻ വരികയാണെങ്കിൽ ട്രിപ്പ് പ്ലാനിങ്ങിൻ്റെ 2 ഡൂസ് ആൻഡ് ഡൗൺസ് അത് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ സോണറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ഒക്ടേവും സെക്സ്റ്ററ്റും ആയിട്ട് ഡിവൈഡ് ചെയ്ത് 14 ലൈനുള്ള ഒരു പോയത്തിനെയാണ് സോണറ്റ് എന്ന് പറയുക. പിന്നെ 2 സ്ലീപ്പ് അത് ജസ്റ്റ് അതിനോട് കണക്ട് ചെയ്യുക. പിന്നെ വാക്കിങ്ങിൻ്റെ ഒരു റൈറ്റപ്പ് അത് ഞാൻ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ 5 എഴുതുന്നതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തു. ട്രാവൽ ഇൻഫോ എഴുതിയിട്ടുണ്ട്. ആപ്നെസ് ഓഫ് ദ ടൈറ്റിൽ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇമെയിൽ എഴുതി. റെക്ക് ഓഫ് ടൈറ്റാനിക്കിൽ എങ്ങനെയാണ് അവർക്ക് അറേഞ്ച് കാണിച്ചത് ഒക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഈ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ അപ്രീസിയേഷൻ. പിന്നെ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു എസ്സേ, ലേഹോറില TV റിപ്പോർട്ട് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന സംഭവമാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. കാരണം മോഹൻലാലിൻ്റെ ഒരു പ്രൊഫൈലാണ് നമുക്ക് ചോദിച്ചത്. ഇവിടെ മൂവീസൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്കമിങ് മൂവീസ് പറഞ്ഞിട്ട് വൃക്ഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഓൾറെഡി റിലീസായി. പിന്നെ പത്മഭൂഷൺ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ഉണ്ട്. കുറേ എഴുതാൻ പറ്റി. പ്രൊഫൈലൊക്കെ എക്സ്ട്രാ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ എഴുതാം. പിന്നെ ക്യാരക്ടർ സ്കെച്ചും ഹസൻ അതൊക്കെ നല്ല സിമ്പിളാക്കിയിട്ടാണ് കൊടുത്തത്. പിന്നെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്ന അതേ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഫോക്ക് ലോർ അല്ലെങ്കിൽ റിച്വൽസിനെ പറ്റിയിട്ടൊരു കുറിപ്പ് എഴുതുക. അപ്പോൾ അത് അത്യാവശ്യം നേരത്തെ നോക്കി വെച്ചവർക്ക് എഴുതുക, അവിടെ പോയാലും എഴുതുക. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതാരും അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല തോന്നുന്നു. എഴുതിയവരുണ്ടാവും,
പിന്നെ ഈ എസ് ആണ്, ഈ എസ്സേയും ട്രാവൽ എസ്സേയാണ് ഞാൻ എഴുതിയത്. അധികം പേരും അങ്ങനെ തന്നെയാണ് എഴുതിയത് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ. പിന്നെ പുതിയൊരു പോയം തന്നിട്ടുള്ള ഈ ഒരു അപ്രീസിയേഷൻ എഴുതിയ ആൾക്കാരുണ്ടാവും, എന്നാലും കുറവായിരിക്കും മറ്റതിനെ അപേക്ഷിച്ച്. ട്രാവൽ എസ്സേ സെയിം 8 മാർക്കിന് തന്നെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതേ സ്ഥലം തന്നെയാണ് എഴുതിയത്. പിന്നെ എന്താണ് ഈ ഒരു ഗാന്ധിജിയുടെ എസ്സേ, അത് നമ്മൾ അത്യാവശ്യം പഠിച്ച് പോയത് കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം. അത്രയേ ഉള്ളൂ. പിന്നെ നാളെ കെമിസ്ട്രി എക്സാമാണ്. ഒറ്റ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ഡേ ഒക്കെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ നാളത്തെ ഇതായിട്ട് പിന്നെ കാണാം.